പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഇന്നൊരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു കാശ് പോലും കിട്ടുന്നില്ല എങ്കിൽ കാലി കയ്യുമായിട്ട് തിരിച്ചു വന്നോളൂ, ഒന്നുമില്ലാതെ തിരിച്ചു വന്നോളൂ. ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്. പക്ഷേ അന്യായമായി ഒരുത്തനെ പറ്റിച്ചിട്ട് ഒരു കാശ് ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ എന്ന് സ്ത്രീകൾ പറയുമായിരുന്നു, സഹാബാക്കൾ. എന്താണ് ആ സൗന്ദര്യം? ആ സൗന്ദര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ മുആമലാത്ത് അഥവാ ഇടപാടുകളിലേക്ക് നമ്മൾ നോക്കണം. കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. അല്ലാഹുവിൻ്റെ റസൂല് നമ്മളോട് പറഞ്ഞു തന്ന വളരെ ഗൗരവമുള്ള അതിമഹത്തായ വളരെ സുന്ദരമായ ഒരു ജീവിത പാഠമാണ്. കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി. എല്ലാ ശരീരഭാഗങ്ങളും അത് ഹറാമായ സ്വത്ത് തിന്നിട്ടാണോ ഉണ്ടായിട്ടുള്ളത്, എന്നാൽ അത് നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റുള്ളവരെ അപഹരിക്കാൻ പാടില്ല, കളവ് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പാടില്ല, അന്യായമായ ഇടപാടുകൾ നടത്തി പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ഇത് സാമ്പത്തിക ഇടപാടുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു വിശദീകരണം ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതെല്ലാം തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട്, എല്ലാം കൂടെ കളവ്, വഞ്ചന, ചതി, എങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള അവിഹിതമായ സാമ്പത്തിക ഇടപാടുകളുണ്ടോ അതിനെ എല്ലാം കൂടെ ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിനസ് സുഹ്തി ഫന്നാറു ഔലാ ബിഹി. അനുവദനീയമല്ലാത്ത വകയിൽ സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങി ആഹാരം കഴിച്ച് അതിലൂടെ ശരീരത്തിനുണ്ടായ പോഷകം മുഴുവൻ നരകത്തിലേക്കുള്ളതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് സഹാബി സ്ത്രീകൾ പറഞ്ഞത്. അതുകൊണ്ടാ, നിങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അവിഹിതമായി സമ്പാദിച്ച ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുതേ. അതിൻ്റെ പേരിൽ വരാനുള്ള പരലോകത്തിൻ്റെ ശിക്ഷ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇവിടുത്തെ വിശപ്പ് സഹിക്കാം, പരലോകത്തിൻ്റെ ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയില്ല. ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്ന ഇടത്ത് ആരാണോ നമ്മളുമായി ഇടപാട് നടത്തുന്നത് അയാളുടെ തൃപ്തിയില്ലാതെ ഒരിടപാട് നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ബൈഉ വൻ തറാദിൻ. എത്ര സുന്ദരമാണ് ഇസ്ലാം! ഇസ്ലാമിൻ്റെ സാമ്പത്തിക നിയമങ്ങൾ എത്ര സുന്ദരമാണ്. ഇന്നമൽ ബൈഉ വൻ തറാദിൻ. രണ്ടാൾ തമ്മിൽ ഒരു ഇടപാട് നടക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും തൃപ്തിയായിട്ടായിരിക്കണം അതിൻ്റെ ഇടപാട് നടത്തുന്നത്. ഒരാളല്ല അത് തീരുമാനിക്കേണ്ടത്. രണ്ടാൾക്കും പരസ്പരം സംതൃപ്തിയോടുകൂടി നടക്കുമ്പോൾ മാത്രമേ ആ സാമ്പത്തികമായ ഇടപാട് ശരിയായ ഇടപാടാകുള്ളൂ. അപ്പോൾ മാത്രമേ ആ സമ്പത്ത് അനുവദനീയമാകുകയുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു.